ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. എനിവേ, ബീൻസ് ബീൻസ് പ്ലേറ്റ്സ് എല്ലാം ഉണ്ട്. നമുക്കെന്നാ അരിയാം. മഴ. അപ്പം ഞാനാണെങ്കിൽ ബീൻസ് അരിയാൻ വേണ്ടിയിട്ട് ബീൻസൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ്. കുറച്ച് മഴ വിശേഷങ്ങളും പാചകവും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം ബീൻസ് തകൃതിയായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കണു. പുറത്ത് നല്ല മഴയുണ്ട്. മഴ മാത്രമല്ല, ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു. പക്ഷെ ഇലയൊക്കെ ഞാൻ മുറ്റമടിച്ച് മാറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വരും. കാറ്റായി, മഴയായി, മൊത്തം കരിയിലയായി, അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ കുളമായി കിടക്കുക. മഴ മാറിയിട്ടോണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് മഴ എന്ത് ചെയ്താൽ മാറണില്ല. ജസ്റ്റ് കുറയുമെന്നുള്ളതല്ലാതെ, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക, കുറയുമെന്നുള്ളതല്ലാതെ അത് സ്റ്റോപ്പ് ആവുന്നില്ല. അപ്പം ഞാൻ അതിനകത്തൊരു പുഴുവിനെ കണ്ടു കേട്ടോ. അതിൻ്റെ പുറത്തായിരുന്നത്, അകത്തായിരുന്നില്ല. അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് പറയണം, പുഴുവായിരുന്നു എന്ന് ഞാൻ പറയുന്ന കേട്ടോ. അകത്തല്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ബീൻസൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കൊണ്ടിരിക്കണോ. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കേണ്ട എന്തെങ്കിലുമൊക്കെ. ചോറ് ഓൾറെഡി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിച്ചണിൽ ഇങ്ങനെ കിടന്ന് പണിയുന്നത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പെട്ടെന്ന് പണി തീർത്താൽ നല്ലതായിരിക്കും. ഇത് ഞാൻ രാവിലെ ചോറ് ഓൾറെഡി ജാക്സണിൽ ഇറക്കി വെച്ചിട്ടിരിക്കണു. ഇനിയിപ്പം കറിയുടെ കാര്യം നോക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ഓൾറെഡി ഉണ്ടായിരുന്നു. ഉണക്കമീനായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു ഓൾറെഡി. അത് ഇന്നലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു കറിയും കൂടെ മതിയല്ലോ. ലാവിഷായിട്ട് അങ്ങനെ കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. ഇതൊക്കെ നമുക്ക് ധാരാളം. അങ്ങനെ ഒത്തിരി, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കണു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ പതുക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഈ മഴയുടെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അത് ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കണം. ഞാനതൊക്കെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കണു. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയൂ. മഴയൊക്കെ ഉണ്ടോ? എല്ലായിടത്തും ഭയങ്കര മഴയും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പോകുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയല്ലോ. ഇപ്പം മഴ ആയതുകൊണ്ട് എവിടെയൊക്കെയോ അവധിയൊക്കെ ഉണ്ടെന്നൊക്കെ ന്യൂസിൽ കേട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പം നമ്മുടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണു. പിന്നെ ഇതൊരു പച്ചമുളക്, ഇത്രയും വലിയൊരു പച്ചമുളക് കേട്ടോ. എല്ലാവരുടെയും ഇത് ഞാൻ വീട്ടിൽ നിന്ന് മീൻസ് പുറത്തുനിന്ന് മേടിച്ച കേട്ടോ, വീട്ടിലുള്ളതല്ല. പക്ഷെ വീട്ടിലുള്ളതുണ്ട് ഇതിലും വലിപ്പമുള്ളത്. ഏകദേശം ഇത്ര തന്നെ വലിപ്പമുള്ള മുളക് ഉണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരണം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് വന്നതാണ്. ഓരോ ദിവസവും സെയിം കറി ആയിരിക്കില്ല, ഭയങ്കര മടുപ്പായിരിക്കുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതിനിപ്പം കുറച്ച് ചക്കക്കുരു ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ചാറ് വയ്ക്കുന്നത്. ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഇടണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ചാറ്. ചോറ്, പിന്നെന്താ, ഇച്ചിരി ചോറ്, ചക്കക്കുരു ചാറ്, പിന്നെ നമ്മുടെ എന്താ പറയുക, ഉണക്കമീൻ വറുത്തത്, എന്തെങ്കിലും ഒരു തോരൻ കറി, ഇതൊക്കെ ആകുമ്പോഴത്തേക്കും സെറ്റാണ്. അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് സൈഡൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അരിയണം. ഞാനത് ആദ്യം അരിഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞപ്പം മാറിപ്പോയതുകൊണ്ടാണ് പിന്നെ അതങ്ങനെ. നമ്മൾ അതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ചുമ്മാ സംസാരിച്ചിരിക്കാമല്ലോ, അപ്പോൾ എന്തെങ്കിലും ചുമ്മാ വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാനിവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. മഴയത്ത് നല്ല സുഖമല്ലേ മൂടി പൊതിച്ച് കിടന്നുറങ്ങാനായിട്ട്. അപ്പം ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവാൻ സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഭയങ്കര മഴ പെയ്തത്. അപ്പം ഞാൻ ഓർത്തുന്നാൽ പിന്നെ പുറത്ത് പോയി കുറച്ചേരം ഇരിക്കാമെന്ന്. പുറത്ത് പോയി ഇരിക്കാമെന്ന് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബീൻസ് അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മുഖം എന്തെങ്കിലും ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊതുക് വന്നുകൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് അതവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ പിന്നെ ബാക്കി പിന്നെ കേട്ടോ വരഞ്ഞത്, ഒരു രക്ഷയില്ലായിരുന്നു. അതിങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുക. ഒരു പണി ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൊതുകിൻ്റെ ശല്യമാണ് സഹിക്കാൻ പറ്റാത്ത. മെയിനായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ കുഴപ്പമില്ല, ചെറിയ ഫാനിൻ്റെ കാറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ മഴയായതുകൊണ്ട് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ഫാൻ അങ്ങനെ ഇടാറുമില്ല. അകത്ത് അത്രയും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകെല്ലാം കൂടെ നമ്മളിങ്ങനെ പൊതിയുക, മൂടുക. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കുറേ നേരമൊക്കെ ഞാൻ അവിടെ പിടിച്ചിരുന്ന് നോക്കി. പക്ഷെ പറ്റത്തില്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അകത്ത് പോയിരുന്ന് അരിഞ്ഞ് സെറ്റാക്കി കേട്ടോ. അവിടെ അപ്പുറത്തെ അമ്മച്ചി അവിടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയെ നോക്കി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികളുണ്ടല്ലോ, അപ്പം അതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു. മഴയുള്ളപ്പം നല്ല സുഖം. ആക്ച്വലി ഇവിടെ നല്ല മഴയാണ്. അപ്പൊ ഞാൻ അകത്ത് ഭയങ്കര ഇരുട്ടാ, ലൈറ്റ് ഇട്ടാലും ആ ഒരു വെട്ടം കിട്ടത്തില്ല. അപ്പൊ ഞാൻ പുറത്ത് മഴ പെയ്യുന്ന കണ്ടപ്പം കണ്ടോ, പുറത്ത് മഴ പെയ്യുന്നത് കണ്ടപ്പോ ഞാനാണെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അരിയാൻ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ അരിയാൻ കൊണ്ട് വെച്ചപ്പോ ഭയങ്കര കൊതുക്. അപ്പൊ ഞാനിതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഇടി മുഴങ്ങുന്നുണ്ട്. ഞാനാണെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അലക്കാനായിട്ട്. ഞാൻ അതിന്റെ കാര്യം നോക്കട്ടെ. ഭയങ്കര മഴയാ, ഭയങ്കര കാറ്റ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാറ്റും മഴയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചുമ്മാ ഇറങ്ങിയതാ പുറത്തേക്ക്, അപ്പം കണ്ടതാ. എന്ത് ചെയ്യാനാന്ന് പറ. പിന്നെന്താ, ഇപ്പോഴും മഴ തോളിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയമൊക്കെ ഞാൻ പോയി കിടന്നു. കുറച്ച് സമയം കുറേ പരിപാടികളുണ്ടായിരുന്നു. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം പോണത് അറിയത്തില്ല. വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തു വയ്ക്കും. ഇപ്പം ഇന്നത്തെ വീഡിയോ അല്ല, നേരത്തെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമയം കിട്ടുന്നതനുസരിച്ച് എഡിറ്റ് ചെയ്യും. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു നേരമാവും. കാരണം ഇത് ഒന്ന് കൂട്ടിച്ചേർക്കാൻ പെടുന്ന പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എടുത്ത് ഒക്കെ ഇടുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ ആ സമയത്ത് പയറൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് തേങ്ങ ചിരണ്ടാൻ ഈ ഒരു തേങ്ങ ചിരണ്ടുന്ന ചിരവ എനിക്ക് മമ്മി മേടിച്ചുകൊണ്ട് തന്ന കേട്ടോ. വെരി യൂസ്ഫുള്ളാണ്, കുഴപ്പമൊന്നുമില്ല. കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണതാണ്, നല്ലതാണ്. ഇതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ പതുക്കെ തേങ്ങയൊക്കെ ചിരണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ പാചകത്തിലേക്ക് കടന്നു. കുഞ്ഞൊരു കറി ഉണ്ടാക്കാൻ ഇത്രയും വലിയ പ്രഹസനം വേണമെന്ന് ചോദിക്കരുത്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുന്നതാണ്. മഴയത്തൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടം. മഴയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടം. പിന്നെ മൂടി പൊതിച്ച് കിടന്നുറങ്ങാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട്. നമുക്ക് പിന്നെ കുഴപ്പമില്ല. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പം അത് സക്സസ് ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം ഞാൻ ചുമ്മാ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മഴയും കണ്ടിങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ നിന്ന് നമുക്കൊരു വിളി വന്നത്. മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അമ്മച്ചി, നമ്മുടെ ഓണർ അമ്മച്ചി ഒന്ന് ജസ്റ്റ് വിളിച്ചു, വരാമോ എന്നും ചോദിച്ചിട്ട് വിളിച്ചു. അപ്പം ഞാൻ എന്താ പോലും എന്ന് വിചാരിച്ച് ഞാൻ കറിയൊക്കെ ഒന്ന് ഓഫാക്കി. നമ്മുടെ കറി റെഡിയായി. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഞാൻ പതുക്കെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോട്ടെ കേട്ടോ. എന്തിനാ വിളിച്ചെന്ന് അറിയണമല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇപ്പം എനിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ചുമ്മാ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി തന്നെ അവിടെ നിന്ന് വിളിച്ചു. കണ്ടോ ഗൈസ്, റംബൂട്ടാൻ കൊറോണ പോലെ ഇരിക്കുന്നില്ലേ? എനിക്കിഷ്ടമാട്ടോ ഇത്. റംബൂട്ടാൻ എനിക്കിഷ്ടമുള്ള സംഭവം. അപ്പം അമ്മച്ചിക്ക് അവിടെ നിന്ന് അമ്മച്ചിയുടെ മോളെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മച്ചിക്ക് കൊടുത്തപ്പം അതിലൊരു ഷെയർ നമുക്ക് തന്നു. അതായത് നിറച്ചും റംബൂട്ടാനാണ്.
അപ്പം ഞാൻ ഈ റംബൂട്ടാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ നേരം പരിശ്രമത്തിന് ശേഷം അത് ശരിക്കും പൊട്ടണതാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചും ശരിയാവണതാണ്. ഇപ്പം എല്ലാ സമയവും എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ അതിൽ നിന്ന് വലിച്ചൂരെടുത്ത് തിന്നാം. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് അല്ലേ. റംബൂട്ടാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. റംബൂട്ടാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഇടണേ. അപ്പം ഞാനതിൽ നിന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുക കേട്ടോ. കൂടെ മഴ, സത്യം പറഞ്ഞാൽ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, ഇതല്ലേ ഒരു വൈബ്. പക്ഷെ നമുക്കിഷ്ടമുള്ള കാര്യം കഴിക്കുമ്പോഴും ആ ഒരു വൈബിൽ പിടിച്ചങ്ങ് പോണ രസമല്ലോ. അപ്പം ഞാനതൊക്കെ കഴിക്കണം. പിന്നെന്താ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ദിവസവും എന്താ പറയുക, ഓരോ സമയവും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടാണല്ലോ പോണേ, പുറകോട്ടല്ലല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ വൈൻഡപ്പ് പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ ഒരു ദിവസം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാനായിട്ട് ചിലപ്പോഴൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ശ്രമിച്ച ഒരു ദിവസമായിരുന്നു ഇന്നും. ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞ് പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചു വർത്തമാനങ്ങളും വാചകങ്ങളും പാചകവും മഴയും ഒക്കെ ആയിട്ട് ഒരു ദിവസം അങ്ങനെയും കടന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസ് ആയിട്ട് വരാം. ചാ.